ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 14 ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം ഇന്നാണെന്ന് അമ്മയുടെ ബർത്ത്ഡേ. അപ്പോൾ അമ്മയുടെ കൈക്ക് എന്താണെന്ന് വെച്ചാൽ അമ്മ ചെറുതായിട്ടൊന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്തത് ഗൈസ്. വീണ എല്ല് പൊട്ടി ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ റെസ്റ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ആഘോഷമൊന്നും വേണ്ട മോളെ, പിന്നെ ഇങ്ങനെയല്ലേ ഉള്ളതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ എപ്പോഴും അമ്മയുടെ ബർത്ത്ഡേക്ക് അമ്മ അമ്പലത്തിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അതും കൂടി പറ്റാത്തതുകൊണ്ട് ആകെ ടെൻഷനിലായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ നമുക്ക് ചിക്കൻ കറിയും ചോറും മാത്രം ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ പ്ലാനൊന്നും മാറ്റി. അപ്പോൾ സാധാരണ അമ്മയായിരുന്നു ബിരിയാണിയുടെ റൈസ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും? അപ്പം ഞാൻ ഇത്തവണ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള അഭിപ്രായമൊക്കെ ആയിരുന്നു. പിന്നെ മിഞ്ഞാന്ന് ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ ഞാൻ ഒരു കേക്ക് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കാര്യം അമ്മയ്ക്ക് അറിയില്ല, അതൊരു സർപ്രൈസ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ ടി വി ഒക്കെ കണ്ട് നമ്മൾ 11 മണിയുടെ ചായയൊക്കെ കുറിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പൊന്ന് ഭയങ്കര കളിയിലാണ്. കാരണം അപ്പത്തെ വീട്ടിലൊരു മോനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ കളിയും കിട്ടുകയാണെങ്കിൽ നല്ല ഹാപ്പിയാണ്. അവൻ സ്കൂളിലില്ലാത്ത ടൈമൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ മസാല കൂടി ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളം കൂടി വച്ചാൽ എൻ്റെ മസാല കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 12 മണിയാകുമ്പോഴത്തേക്കും എൻ്റെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ ഓക്കെ ആയിരുന്നു. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് അമ്മ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും ഇഷ്ടമായി. അപ്പോൾ 4 മണിയുടെ ഇടയ്ക്ക് തന്നെ നമ്മൾ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ കേക്ക് വരുന്നത് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മക്ക് ഭയങ്കര സന്തോഷമായി, ആൾ ഭയങ്കര ത്രില്ലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ പോകുമായിരുന്നു. അപ്പോൾ അമ്മയുടെ ആ കൈനെ കൊണ്ട് മുറിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ കട്ട് ചെയ്യാന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ പിന്നെ കേക്ക് കട്ട് ചെയ്തത് ഞാനായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ വലിയ ആഘോഷമൊന്നും ഇല്ലാതെ അമ്മയുടെ ബർത്ത്ഡേ ഇങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ മാത്രമായിട്ട് ഒരു നല്ലൊരു സിമ്പിൾ ബർത്ത്ഡേ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ഡേ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.